ടാറ്റ മോട്ടോഴ്സ് ഇടിഞ്ഞ് താഴെ വീണോ? കാര്യം ഇതാണ്, ഇന്നലെ ടാറ്റ മോട്ടോഴ്സ് 40% ആണ് ക്രാഷ് ആയത്. ഇതൊരു ക്രാഷ് അല്ല, ഇവിടെ സംഭവിച്ചത് ഡീമർജറാണ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനികളിലൊന്ന് തൻ്റെ ബിസിനസ്സിനെ 2 സ്വതന്ത്ര കമ്പനികളാക്കി വിഭജിക്കുന്നു. നിലവിലെ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന പേര് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് ആക്കി മാറ്റും. ഇത് പാസഞ്ചർ വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ജാഗർ, ലാൻഡ് റോവർ എന്നിവയുടെ ബിസിനസ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. പുതിയ ഡീമർജ്ഡ് കമ്പനിയായി TML കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്ന പേരിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ട്രക്ക്, ബസ് ഇവയുടെയൊക്കെ ബിസിനസ് കൈകാര്യം ചെയ്യും. ഇപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റെഡ് അടിച്ച് കിടക്കുകയായിരിക്കും, പക്ഷേ പേടിക്കേണ്ട. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷത്തിൻ്റെ ഷെയർസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒക്ടോബർ 14 ശേഷം അത് 60,000 കുറഞ്ഞു. ഇവിടെ പുതിയ ഡീമർജ്ഡ് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഹോൾഡിംഗ് പഴയതുപോലെ തന്നെ 1 ലക്ഷത്തിലേക്ക് തന്നെ മാറും. ചിലപ്പോൾ അത് കൂടുതലാകാനും ചാൻസ് ഉണ്ട്. പുതിയ TML CVയുടെ ഷെയറുകൾ അടുത്ത മാസം നവംബർ ലാസ്റ്റോടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.